ഇന്ന് നമുക്ക് മഷ്റൂം കോറലിനെ കുറിച്ച് നമുക്ക് നോക്കാം. തുടക്കക്കാർക്ക് ഒരു കോറലിനെ സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു മഷ്റൂം കോറൽ തന്നെ സെലക്ട് ചെയ്യാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കോറിയത്തിലെ പാരാമീറ്റർ ഒന്നും അത്ര അധികം കറക്റ്റ് അല്ലെങ്കിലും നമ്മളുടെ വെള്ളം കുറച്ച് ഡേർട്ടി ആയി കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. നമ്മുടെ അത്രയും ഹാർഡി ആയിട്ടുള്ള ഒരു സോഫ്റ്റ് കോറലാണ് മഷ്റൂം. നമ്മുടെ കോറിയം അപ്പോൾ സൈക്കിൾ ആയതിനു ശേഷം നമുക്ക് ഈ ഒരു മഷ്റൂം കോറലിനെ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. നമ്മുടെ കോറിയത്തിൽ അപ്പോൾ മഷ്റൂം കോറൽ ഇൻട്രൊഡ്യൂസ് ചെയ്തതിനു ശേഷം അവ നശിച്ചു പോവുകയാണെന്നുണ്ടെങ്കിൽ അതൊരു വളരെ ഡേഞ്ചർ ആയിട്ടുള്ള അവസ്ഥ തന്നെയായിരിക്കും. കാരണം ഇത്രയും ഒരു ഹാർഡി ആയിട്ടുള്ള കോറൽ നശിച്ചു പോകുകയെന്നുണ്ടെങ്കിൽ നമ്മുടെ പാരാമീറ്റർ അത്രയും അധികം കറക്റ്റ് അല്ല എങ്കിലും നമ്മുടെ ടെമ്പറേച്ചർ വളരെയധികം കൂടുതലാണെന്നുണ്ടെങ്കിലും ഇവ മരിച്ചു പോകാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഈ ഒരു എയർ മഷ്റൂമാണ്. അത് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും വളരെയധികം ബ്രാഞ്ചസ് ആയി പെട്ടെന്ന് തന്നെ ഗ്രോ ആവുന്നതാണ്. അപ്പോൾ ഇത് നമുക്ക് സൂക്ഷിച്ച് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ചെറിയൊരു ഹെഡ് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ മഷ്റൂമുകൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ ബ്രീഡാവാൻ ചാൻസ് ഉണ്ട്. അതായത് നമുക്ക് ഈ ഒരു ഹോബിയിൽ ക്ഷമയാണ് ഏറ്റവും കൂടുതൽ ആവശ്യം. അപ്പോൾ നമുക്ക് സൂക്ഷിച്ച് നോക്കി കഴിഞ്ഞാൽ ഇവിടെ ചെറിയൊരു ഹെഡ് ഇങ്ങനെ ഈ ഒരു നമ്മുടെ ഹെയർ മഷ്റൂമിൻ്റെ ഇടയിൽ ഇങ്ങനെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ടോപ്പിലും മഷ്റൂം ഒരു 2 ഹെഡായിട്ട് തന്നെ വരുന്നുണ്ട്. അപ്പോൾ ഇതിങ്ങനെ സ്പ്രെഡായി വളരെയധികം സ്പ്രെഡായി നമുക്കൊരു ഈ ഒരു ഹോബിയിൽ വളരെയധികം ഹാപ്പി തരുന്നൊരു കോറൽ തന്നെയാണ് ഈ ഒരു ഫാസ്റ്റ് ഗ്രോയിങ് കോറൽ തന്നെയാണ് മഷ്റൂം. അപ്പോൾ നമ്മൾ മറൈൻ ഹോബിസ്റ്റുകളായ നമ്മളെല്ലാവരും തന്നെ മറൈൻ അക്വേറിയത്തിൽ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് വളരെയധികം അത്യാവശ്യം തന്നെയാണ്. അപ്പോൾ നമ്മൾ മറൈൻ ഹോബിസ്റ്റുകൾക്ക് എല്ലാവർക്കും അറിയാം അക്വേറിയത്തിൻ്റെ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 24 to 28 ആണ്. അപ്പോൾ ഞാൻ കീപ്പ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 24-25 ആ ഒരു റേഞ്ചിലാണ് ഞാൻ കീപ്പ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ഘടകം തന്നെയാണ് വാട്ടർ ചേഞ്ച് ചെയ്യുമ്പോൾ. നമ്മൾ കോറൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ടാണ് വെള്ളം മിക്സ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഹീറ്റർ ഉപയോഗിച്ചത്. അപ്പോൾ നിങ്ങളത് കാണാത്തവരുണ്ടെങ്കിൽ അത് കാണാൻ ശ്രമിക്കുക എന്തുകൊണ്ടാണ് നമ്മളൊരു വെള്ളം മിക്സ് ചെയ്യുന്ന സമയത്ത് ഹീറ്റർ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ കയ്യിലുള്ള ലോങ് ഹെയർ ടൈപ്പുള്ളൊരു മഷ്റൂമാണ് ഇത്. അപ്പം നമ്മളുടെ കയ്യിലുള്ള ഏറ്റവും വലിയ ഹെഡുള്ള ഒരു 5 ഹെഡുള്ള മഷ്റൂമാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഇവ ഭാവിയിൽ ഇവ സ്പ്ലിറ്റായി വളരെ വലിയ മഷ്റൂം ആവുകയും ചിലതെല്ലാം ഇവ വലിയൊരു കോളനി പോലെ തന്നെ ഉണ്ടാവുകയാണ് ചെയ്യുക. അപ്പോൾ മഷ്റൂം കോറയിൽ നമുക്ക് പല വെറൈറ്റികളും നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അവയ്ക്ക് അധികമായിട്ടുള്ള ഫ്ലോറൈറ്റോ അതുപോലെ തന്നെ ചെറിയൊരു ലൈറ്റും മതി. അതുപോലെ തന്നെ ഇവ ഫിൽട്ടർ ഫീഡേഴ്സാണ്. അപ്പോൾ സാധാരണയായി നമ്മളുടെ മഷ്റൂമൊക്കെ കഴിക്കുന്ന കടൽത്തട്ടിൽ അടിയിലുള്ള അമിനോ ആസിഡുകളും അതുപോലെ തന്നെ ആ വെള്ളത്തിൽ അടങ്ങിയിട്ടുള്ള ലവണങ്ങളും നമ്മൾ മൈസസൊക്കെ കഴിക്കും. പക്ഷേ ഇവയ്ക്ക് ഫീഡ് അത്ര നിർബന്ധമില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു കോറൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലതരം കോറലുകൾക്ക് നമുക്ക് ഇൻഡിവിജ്വലായിട്ട് നമ്മൾ ഫീഡ് കൊടുക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ആവശ്യമില്ല. അതുകൊണ്ട് വളരെ ഈസി ആയിട്ടുള്ളൊരു കോറലാണിത്. മഷ്റൂം കോറലുകളെല്ലാം തന്നെ ഫോട്ടോസിന്തറ്റിക് അഥവാ പ്രകാശ സംശ്ലേഷണം ഇവ വഴിയാണ് ഭക്ഷണങ്ങളെല്ലാം ആഗിരണം ചെയ്യുന്നത്. ഇനി നമുക്ക് മഷ്റൂമിൻ്റെ ബ്രീഡിങ്ങിനെ കുറിച്ച് നമുക്ക് നോക്കാം. അപ്പോൾ ഇവയിൽ ചില മഷ്റൂമുകളെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് ഹെഡായിട്ട് സ്പ്ലിറ്റ് ആവുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ഹെയറി മഷ്റൂം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഇതിൻ്റെ സൈഡിൽ കാണുന്ന ആ ഒരു ചെറിയൊരു ഹെഡ്. അപ്പോൾ നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കിയാൽ ഞങ്ങളുടെ ഏരോ മാർക്കിനെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു ഹെഡ് പുതിയതായിട്ട് വളർന്നു വരുന്ന ഒരു പുതിയൊരു മഷ്റൂമാണ്. അപ്പോൾ ഈ ഒരു ഹോബിസ്റ്റിൽ നമുക്ക് വളരെയധികം ക്ഷമയാണ് നമുക്ക് വേണ്ടത്. അതുപോലെ തന്നെ വേറൊരു മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവ സെൽഫായിട്ട് ബ്രീഡാവുന്നതാണ് അടുത്തൊരു മെത്തേഡ്. അതുപോലെ തന്നെ നമുക്ക് വേറൊരു മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് നമ്മുടെ മഷ്റൂമിൻ്റെ ഹെഡ് 2ആയിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവ എന്നിട്ട് നമ്മൾ ചെറിയ റോക്കിലൊക്കെ നമ്മൾ നിക്ഷേപിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഈ ഒരു ഹെയറി മഷ്റൂം കട്ട് ചെയ്തതിൻ്റെ വീഡിയോ നമ്മൾ കാണിച്ചു. അപ്പോൾ നമ്മളതിങ്ങനെ ഒരു ചെറിയ റോക്കിലിൻ്റെ അവിടേക്ക് ഇട്ട് കഴിഞ്ഞാൽ അവ പറ്റിപ്പിടിച്ച് പുതിയൊരു മഷ്റൂമായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ വേറൊരു മഷ്റൂമായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ നമുക്കതൊക്കെ സെല്ല് ചെയ്യാം.
അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്യുന്ന മഷ്റൂം നമുക്കൊരു 2 വീക്ക് 3 വീക്കിനുള്ളിൽ അവ കൂടിച്ചേർന്ന് വീണ്ടും ഒരു പുതിയൊരു മഷ്റൂമായിട്ടാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ കട്ട് ചെയ്ത മഷ്റൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ സൈഡിൽ നിന്ന് കട്ട് ചെയ്തിട്ടിട്ട് നമ്മൾ ബ്രീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ടുള്ളതാണ് ഇത്. ഇതേ സമയം തന്നെ ഇതിലേതെങ്കിലും ഒരു റോക്കിൽ ഇവ പറ്റി പിടിച്ച് ഇവ ഇരിക്കുകയാണ് ചെയ്യാറ്. ഇനി നമുക്ക് ഞാൻ ബിഗിനർ ആയിരുന്ന ടൈമിൽ സ്റ്റാർട്ട് ചെയ്തൊരു കോറലിനെ കുറിച്ച് നോക്കാം. അവയുടെ പേര് തന്നെ ഒരു വെറൈറ്റി പേര് തന്നെയാണ്. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു മഷ്റൂമിൻ്റെ പേരാണ് സൂപ്പർമാൻ മഷ്റൂം കോറൽ. ഇതാണ് ഞാൻ ഫസ്റ്റായിട്ട് നമ്മുടെ അക്വേറിയത്തിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഫസ്റ്റായിട്ടുള്ള കോറൽ മഷ്റൂം. ഇവയ്ക്ക് നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കി കഴിഞ്ഞാൽ നമ്മൾ സൂപ്പർമാൻ പറയുന്ന പോലെ തന്നെ റെഡും അതുപോലെ തന്നെ ഒരു ബ്ലൂ ആയിട്ടുള്ള ഡോട്ടാണ് ഇത്. അപ്പോൾ അതിൻ്റെ സെൻറ്ററിൽ കാണുന്ന ആ ഒരു കുനിപ്പ് പോലത്തതാണ് അതിൻ്റെ മൗത്ത്. ഈ ഒരു മഷ്റൂം വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഞാൻ വാങ്ങിച്ചതിന് പെട്ടെന്ന് തന്നെ ഇത് ബ്രീഡായി ഞാൻ ഫ്രാഗ് ചെയ്താണ് ഇത്. അപ്പോൾ നമ്മളിതൊക്കെ ഇങ്ങനെ കുറച്ചുകൂടി വലുപ്പമായി കഴിഞ്ഞാൽ സെല്ല് ചെയ്യാണ് ചെയ്യാറ്. അപ്പോൾ അതുപോലെ തന്നെ ചെയ്യണ്ട, നമ്മളിങ്ങനെ ചെറിയ ചെറിയ റോക്കിലേക്ക് അവിടെ ഇവിടെയൊക്കെ ചെന്നിട്ട് ഇത് പറ്റി പിടിച്ചിട്ട് നമുക്കിങ്ങനെ പുതിയ പുതിയ മഷ്റൂം പെട്ടെന്ന് തന്നെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് ഈ ഒരു മഷ്റൂം കോളനികൾ ഇത്രയ്ക്കധികം ഇഷ്ടം. അപ്പോൾ നമുക്ക് അക്വേറിയത്തിൽ ചുറ്റും നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും ഇതുപോലെ തന്നെ വലിയതുമായിട്ടുള്ളതും ചെറുതായിട്ടുള്ള അനേകം മഷ്റൂം കോറലിൽ ഈ സൂപ്പർമാൻ ടൈപ്പിൽ ഉണ്ടാവുന്നുണ്ട്. ഇപ്പോൾ വൈൽഡ് ആക്ട് പ്രകാരം നമ്മളുടെ ഇന്ത്യയിൽ കോറൽ ബാൻ ആണെങ്കിലും ഇമ്പോർട്ടഡ് ആയിട്ട് നമുക്ക് ചെയ്ത് ഫാമിങ് ചെയ്യുമ്പോഴും നമുക്ക് ഈ ഒരു അറിവ് ഇനി ഫ്യൂച്ചറിൽ നമുക്കിതൊക്കെ അലൗഡ് ആക്കുകയാണ്. അതായത് നമുക്ക് ഇമ്പോർട്ടഡ് കോറലായിട്ട് നമ്മൾ യൂസ് ചെയ്യുകയാണ്. ആക്ച്വലി നമ്മുടെ സമ്പദ് വ്യവസ്ഥ നശിപ്പിക്കാണ്ട് നമ്മൾ ഇമ്പോർട്ടഡ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു അറിവൊക്കെ വളരെയധികം നല്ലതായിരിക്കും. അപ്പോൾ കോറൽ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ചില്ലറും കൂടിയും ആവശ്യമായിട്ട് വരും. അപ്പോൾ ചില്ലറിനുള്ള കറക്റ്റായിട്ടുള്ള ടെമ്പറേച്ചറും കാര്യങ്ങളും എല്ലാം ഇതിനെ സഹായിക്കും. അപ്പോൾ ഇനി ഈസി ആയിട്ട് നിങ്ങൾക്കൊരു മഷ്റൂം കോറൽ കെയർ ചെയ്യാം.